തിരുവനന്തപുരത്തേക്ക് കൂടെ പോകാം. സ്വന്തന സാജു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്വന്തന, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ ഇടം പിടിക്കാൻ പോകുന്നത്? അജിൽസെ, ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ഏറ്റവും പ്രധാനമായി വരാനുള്ളത് ഇന്ന് CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുടെ ചുമതലകൾ ഇന്ന് എന്തൊക്കെയാണ് എന്നുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഈ യോഗത്തിലുണ്ടാകും. അതുപോലെ തന്നെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇന്നത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇന്ന് പഴയ AKG സെന്ററിൽ നടക്കുന്ന അവസാനത്തെ ഈ സംസ്ഥാന കമ്മിറ്റി യോഗമാണ്. കാരണം അടുത്ത ആഴ്ച മുതൽക്ക് തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ AKG സെന്ററിലേക്ക് പ്രവർത്തനം മാറും. അപ്പോൾ അടുത്ത തവണ മുതൽ പുതിയ AKG സെന്ററിലായിരിക്കും ഈ ഒരു കമ്മിറ്റി യോഗമൊക്കെ തന്നെയും ചേരുക. അപ്പോൾ അതിനു മുമ്പുള്ള അവസാനത്തെ യോഗമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും ഇന്ന് പ്രധാനമായി തലസ്ഥാനത്ത് നിന്ന് വരാനുണ്ടാകും. ജൽസി, പിന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. വെയിലിനും മഴയ്ക്കും ഒരേ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകേണ്ട അവസ്ഥയൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇന്ന് പ്രധാനമായി ചൂട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട 7 ജില്ലകളിൽ നിലവിൽ ചൂടിന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ചൂടിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ചൂടിന് മുന്നറിയിപ്പ് നൽകുമ്പോഴും വരുന്ന ഒരു 5 ദിവസത്തേക്ക് മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, പ്രത്യേകിച്ച് വേനൽ മഴ പലയിടങ്ങളിലും ഇടിയോടുകൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കേണ്ടത് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരാനുണ്ടാകും. പിന്നെ മുതലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. മുതലപ്പുഴയിൽ ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം ജൽസി. കാരണം ഇന്നലെ ഇപ്പോൾ പൊഴി പൂർണ്ണമായി മുറിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ പൊഴി മുറിച്ചതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന്, ഈ 5ഓളം വാർഡുകൾ നിലനിന്നിരുന്ന വെള്ളപ്പൊക്ക ഭീഷണിയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഏതാണ്ട് ഒരു പരിഹാരം ആയിട്ടുണ്ട്. കാരണം വെള്ളം നല്ല രീതിയിൽ തന്നെ കടലിലേക്ക് ഒഴുകി പോകുന്നുണ്ട് പൊഴി മുറിച്ചുവിട്ട പശ്ചാത്തലത്തിൽ. പക്ഷേ ഈ വലിയ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു, ചന്ദ്രഗിരി ഡ്രഡ്ജർ. പക്ഷേ ഇപ്പോൾ ഈ വരെയും അത് അകത്തേക്ക് കയറ്റാൻ സാധിച്ചിട്ടില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ വെള്ളം വളരെ വലിയ ഫോഴ്സിൽ കടലിലേക്ക് ഒഴുകി പോകുന്നത് കൊണ്ട് തന്നെ അത് കയറ്റാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഡ്രഡ്ജിങ് ഇനിയും നടത്തേണ്ടതുണ്ട്. കുറച്ചുകൂടി ആഴം കൂട്ടിയാൽ, ഇപ്പോൾ ഒഴുക്കി കുറച്ചുകൂടി ആഴം കൂട്ടിയാൽ മാത്രമേ ഇതകത്തേക്ക് കയറ്റാൻ കഴിയൂ എന്നുള്ള ഒരു പ്രതിസന്ധി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഡ്രഡ്ജർ അകത്തേക്ക് കയറ്റാൻ വൈകുന്നതനുസരിച്ച് ഈ ഡ്രഡ്ജിങ്ങും വൈകും. അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നൊരു ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ തന്നെയും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണുമാറ്റൽ കുറച്ചുകൂടി സജീവമാക്കണമെന്നുള്ള ആവശ്യമൊക്കെ തന്നെയും അവിടുന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഡ്രഡ്ജർ ഉള്ളിലേക്ക് കയറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊക്കെ തന്നെയാണ് അധികൃതർക്കുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും വരും മണിക്കൂറിൽ ഉണ്ടാകും. പിന്നീട് ആശാസമരം നോക്കുകയാണെങ്കിൽ ആശാസമരം ഇന്ന് അതിന്റെ 76ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ അവരുടെ നിരാഹാര സമരം 38ാം ദിവസവും തുടരുകയാണ്. സമരത്തിന്റെ 4ാം ഘട്ടമൊക്കെ തന്നെയും കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിരുന്നതാണ്. മെയ് 5 മുതൽക്ക് തന്നെ രാപ്പകൽ സമരയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കും. അത് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ്. 85ാമത്തെ ദിവസം, ഈ സമരത്തിന്റെ 85ാമത്തെ ദിവസം കാസർഗോഡ് നിന്ന് ആരംഭിച്ച് 125ാമത്തെ ദിവസം തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലാണ് 4ാം ഘട്ട സമര പരിപാടികളൊക്കെ തന്നെയും നിലവിൽ മുന്നോട്ടേക്ക് അവർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ തന്നെയും ഇന്ന് തലസ്ഥാനത്ത് നിന്ന് വരാനുണ്ടാകും ജൽസി.